പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ എം പി മത്സരരംഗത്തുണ്ടെങ്കിൽ തന്നെ LDF സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് CPM-നോട് ആവശ്യപ്പെട്ടിരുന്നതായി KS ഹംസയുടെ വെളിപ്പെടുത്തൽ. ഇ.ടിയോട് മത്സരിക്കാൻ പ്രയാസമുണ്ടെന്ന് പാർട്ടി അറിയിച്ചിരുന്നു. സമദാനിയാണ് പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് താൻ മത്സരിക്കാൻ തയ്യാറായത് എന്നും ഹംസ റിപ്പോർട്ടറിനോട് പറഞ്ഞു. CPIM പാളയത്തിലെത്തിയെങ്കിലും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളോടുള്ള അടുപ്പം പ്രകടമാക്കുന്നതായിരുന്നു KS ഹംസയുടെ വെളിപ്പെടുത്തൽ. ഇ.ടി. മുഹമ്മദ് ബഷീർ പഴയ നേതാവാണെന്ന് പറഞ്ഞ ഹംസ അദ്ദേഹത്തോട് മത്സരിക്കാൻ മനസ്സിന് പ്രയാസമുണ്ടെന്ന് CPM-നെ അറിയിച്ചിരുന്നതായി പ്രതികരിച്ചു. അത് ഇ.ടിയുടെ വികസന പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ വിലയിരുത്തിയല്ല, താനൊക്കെ രണ്ടാം നിരയിൽ കയറി വന്നയാളാണെന്നും ഹംസ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൊന്നാനിയിൽ ഇ.ടി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അങ്ങ് പൊന്നാനിയിൽ മത്സരിക്കാനുണ്ടാകില്ല എന്ന രീതിയിലുള്ള ഒരു ആവശ്യം പാർട്ടി അറിയിച്ചിരുന്നു എന്നൊരു വിവരമുണ്ട്. അതിലൊരു വസ്തുത എന്താണ്? അത് ചെറിയൊരു വസ്തുതയുണ്ട്. കാരണം കള്ളം പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഇ.ടി ഒരു പഴയ നേതാവാണ്, അദ്ദേഹത്തിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇച്ചിരി പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഇ.ടിയുടെ വികസന പ്രവർത്തനങ്ങളോ മറ്റൊന്നും വിലയിരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു പഴയ നേതാവാണ്. അതുകൊണ്ട് ഞാനൊക്കെ അതിൻ്റെ രണ്ടാം നിരയിൽ കയറി വന്നതാണ്. പൊന്നാനിയിൽ സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണയുണ്ട്. BJP-ക്കെതിരെ സംസാരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ഭയമായിരുന്നു. വിധേയത്വത്തിന്റെ കൂറായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടേതെന്നും ഹംസ തുറന്നടിച്ചു. റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ, തിരൂർ.